ഹലോ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പോൾ നമുക്ക് NIOSന്റെ ഒക്ടോബറിൽ വരുന്ന എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. എന്നാൽ അത് എന്തായാലും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്താ എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ മുന്നേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായാലും കാണുക. അതിലുണ്ട് നിങ്ങളുടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചാനലിൽ പോയിട്ട് ആ വീഡിയോ എന്തായാലും കാണാത്തവർ കാണോട്ടോ. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ, നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമായിരുന്നു നിങ്ങളുടെ ബിഫോക്കേഷൻ സിലബസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ എഴുതേണ്ട ചാപ്റ്റേഴ്സ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, നിങ്ങൾ TMA ആയിട്ട് വെക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. എന്നാലും ഇനിയും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയാണ്, നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ പോർഷൻസ് മാത്രമേ നിങ്ങൾ എക്സാമിന് പഠിച്ചെഴുതേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ അസൈൻമെന്റ് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് പഠിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോവാം. നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ കണ്ടവർക്ക് അറിയാം, നിങ്ങൾക്ക് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് 1 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് 2 മാർക്കിനും ചോദ്യം വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വൈസ്, അതായത് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തരും. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് എടുത്തെഴുതാനും പറയാറുണ്ട്. അപ്പൊ മലയാളം മീഡിയം എടുത്ത് മലയാളത്തിൽ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പൊ ഓരോ ക്വസ്റ്റ്യന്റെ താഴെയും ഞാൻ അതിന്റെ മലയാളം കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മലയാളത്തിൽ എഴുതുന്നവർ അത് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഗ്രീൻ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? അവരുടെ തന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പൊ അതാണ് എന്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. 3 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഈ സ്ലൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതണം. 1 മാർക്കിനാണെങ്കിൽ ഈ ഒരു വാട്ടർ വരെയുള്ള പോർഷൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഇനിയോ എന്താണ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസില്? ക്ലോറോഫിൽ ഇൻ ലീവ്സ് ക്യാപ്ചർ സൺലൈറ്റ്. ആരാണ് സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത്? ക്ലോറോഫിൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. ആരുള്ളതുകൊണ്ട്? ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട്. എന്നിട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫെസിലിറ്റേറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും എന്തായിട്ട് മാറ്റും? ഗ്ലൂക്കോസും ഓക്സിജനും ആയിട്ട് മാറ്റും. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് വൈറ്റൽ എന്ന് പറയുന്നത്? പ്രൊവൈഡ്സ് എനർജി ഫോർ പ്ലാന്റ്സ് ആൻഡ് റിലീസ് ഓക്സിജൻ ഫോർ അതർ ലിവിങ് ഓർഗാനിസം. നമുക്ക് ആരാണ് ഓക്സിജൻ തരുന്നത്? നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യണത്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് മലയാളം അതിന്റെ തന്നെയാണ് കേട്ടോ, അതേ സംഭവം തന്നെയാണേ. ഇനി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിനും ചെയ്യണം. നോക്കിക്കേ, an atom consists of a central nucleus surrounded by electrons. ആറ്റം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ആരുണ്ട്? സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ആണ്, സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ആ ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സ്പെസിഫൈഡ് ഓർബിറ്റ്സ്. ഇലക്ട്രോൺ എന്താണ് ചെയ്യുന്നത്? ഇതിന് ചുറ്റും ഒരു സ്പെസിഫൈഡ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെയോ വേറെന്താ പറഞ്ഞിട്ടുള്ളത്? The arrangement of subatamic particles differs for each element. ഈ സബാറ്റമിക് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ഈച്ച് എലമെന്റിന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി അതിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഇതാ എങ്ങനെയാണ് വരക്കേണ്ടത്? ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്യേണ്ട 4 ആൾക്കാരാണ് ആര്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ന്യൂക്ലിയസും. ന്യൂക്ലിയസിന്റെ അകത്താണ് ആരുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പിന്നെ അതിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ആരുമുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് എന്തോ ഒരു ആറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്? ഗിവ് എക്സാമ്പിൾ. ഫിസിക്കൽ ചേഞ്ച് എന്താണ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആണ്
ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം രണ്ടും എഴുതിയിട്ടാണ് തന്നിട്ടുള്ളത്, അതായത് പാരഗ്രാഫ് വൈസ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ഒക്കെ അല്ലെങ്കിൽ ഡിഫറൻസ് എഴുതാനൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോളം വരച്ചിട്ട് എഴുതിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. കാരണം പോയിന്റ് വൈസ് നമുക്ക് എന്താണ് ഒരു ടീച്ചർക്ക് നോക്കുന്ന സമയത്ത് പോയിന്റ് വൈസ് എഴുതുന്ന സമയത്താണ് കുറച്ചുകൂടെ മാർക്ക് വീഴുന്നത്. കോളം വരച്ചിട്ട് ഇത് ഇവിടെ ഫിസിക്കൽ ഇവിടെ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെയും ഡിഫറൻസ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫിസിക്കൽ ചേഞ്ചസ് ഓൺലി എഫക്ട് ദ ഫോം ഓഫ് എ സബ്സ്റ്റൻസ് നോട്ട് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സബ്സ്റ്റൻസിന്റെ ഫോമിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ അവിടെ എഫക്ട് വരുന്നില്ല. മെൽറ്റിംഗ് ഓഫ് ഐസ് നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെള്ളമാവും, അവിടെ കെമിക്കൽ കോമ്പോസിഷൻ മാറുന്നുണ്ടോ, വെള്ളം തന്നെയാണ് എന്താവണത് ഐസ് ആവണത്. പക്ഷെങ്കിൽ അവിടെ സബ്സ്റ്റൻസിന്റെ ഫോം ആവണം, ആ ഒരു സോളിഡ് ഫോമിൽ ഉണ്ടായ ഒരു സാധനം എന്തായി ലിക്വിഡ് ഫോമിലേക്ക് മാറി, അത്ര തന്നെ അവിടെ നടക്കണല്ലോ. അതാണ് എന്ത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ച് ആണെങ്കിലോ, കെമിക്കൽ ചേഞ്ചസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അവിടെ പുതിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്, കൂടാതെ പ്രോപ്പർട്ടീസും അവിടെ ഡിഫറെന്റ് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ നമ്മുടെ തുരുമ്പ് പിടിക്കുകയാണ് അല്ലെ, അപ്പൊ അവിടെ എന്താണ് പുതിയൊരു സാധനമാണ് അവിടെ വന്നിട്ടുള്ളത്, അതിന് വേറെ തന്നെ പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ ഈ ഫിസിക്കൽ ചേഞ്ചസ് ആർ യൂഷ്വലി റിവേഴ്സിബിൾ ആണ്. ഐസിന് വെള്ളാക്കിയ പോലെ തന്നെ വെള്ളത്തിന് നമുക്ക് ഐസാക്കാനും പറ്റും അല്ലേ, വൈൽ കെമിക്കൽ ചേഞ്ചസ് ആർ നോട്ട്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും. അതിൽ 3 എണ്ണം ഉണ്ട്, 3ഉം ചോദിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ചോദിക്കാം. ഇവിടെ ഇപ്പൊ 3ഉം ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും എഴുതേണ്ടി വരിക. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് 3 എണ്ണത്തിന് 3 മാർക്ക്, ഒരു ലോ എഴുതാൻ പറഞ്ഞിട്ട് 3 മാർക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം, എക്സാമ്പിൾ വെച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഒന്നാം ചലന നിയമം എന്താണ്, ഫസ്റ്റ് ലോ, ഇറ്റ് ഈസ് നോൺ ആസ് ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ. An object remains at rest or in motion unless acted upon by an external force. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ എന്തായിരിക്കും ഒരു ഒബ്ജക്റ്റ് മോഷനിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ റിമൈൻ ചെയ്യും. അതാണ് എന്ത് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വായിക്കണം. സെക്കൻഡ് ലോ എന്താണ്, ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ. ഫോഴ്സും ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധമാണ് സെക്കൻഡ് ലോയിൽ പറയണത്. എന്താണ് ബന്ധം, ഫോഴ്സ് ഈക്വൽസ് മാസ് ടൈം ഓഫ് ആക്സിലറേഷൻ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. അപ്പം F ഈസ് ഈക്വൽ ടു ma. എക്സാമ്പിൾ എന്താണ്, കിക്കിംഗ് എ ബോൾ. തേർഡ് ലോ എന്താണ്, തേർഡ് ലോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. എക്സാമ്പിൾ എന്താണ്, a swimmer pushes water back and moves forward. ഇനി define acids and bases. How is the pH scale used to measure them? എന്താണ് ആസിഡും ബേസും, എങ്ങനെയാണ് pH scale വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? Acids are the substance that release hydrogen ions in the solution. ഒരു സൊല്യൂഷനിൽ ഇടുമ്പോൾ ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ആസിഡ്. അപ്പൊ ബേസ് ആരെയായിരിക്കും റിലീസ് ചെയ്യുക, H+ ആണ് ആസിഡ് എങ്കിൽ ബേസ് എന്തായിരിക്കും, OH- ആണ് കേട്ടോ. OH- റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഇനി pH സ്കെയിലിലോ, pH സ്കെയിൽ 0 to 14 വരെ ഉണ്ടാകും. ഇവിടെ 0 to 14 ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ മിഡിൽ എന്ന് പറയുന്നത് 7 ആണല്ലേ. അപ്പൊ ഈ 0 to 7 വരുന്ന ആൾക്കാരാണ് ആരെ റിലീസ് ചെയ്യുക, H+ റിലീസ് ചെയ്യുക. 7 to 14 വരുന്ന ആൾക്കാരാണ് എന്ത്, OH- റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് H+ അല്ലെങ്കിൽ ആസിഡിക് ഏരിയ, ഇതാണ് എന്ത് ബേസിക് ഏരിയ എന്ന് പറയുന്നത്. ഇനി 7 ആൾക്കാർ ആരായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ് ആൻഡ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? മനുഷ്യ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണല്ലേ. ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് organs like the mouth, esophagus, stomach, intestines, liver and pancreas. Digestive system ആരൊക്കെ ഉണ്ട്, മൗത്ത് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക് ഉണ്ട്, intestine ഉണ്ട്, liver ഉണ്ട്, pancreas ഉണ്ട്. ഇനി എന്താണ് അവിടെ നടക്കുന്നത്? Food is broken down mechanically and chemically. Broken down, നമ്മുടെ ഫുഡ് എന്താ ചെയ്യുന്നത്, വായിലേക്ക് ഇട്ടിട്ട്
മെക്കാനിക്കലി ആണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അല്ലേ? പിന്നെയോ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കലി ആണോ? അല്ല, കെമിക്കലി ഉണ്ട്. പിന്നെയോ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ്. അപ്പം ഫുഡ് അകത്തേക്ക് പോയി അതൊക്കെ അബ്സോർബ് ചെയ്തതിനു ശേഷം വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈജഷൻ എന്ന് വിളിക്കുക. ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഈസ് ടു കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി ആൻഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഫുഡിനെ എനർജി ആയിട്ടും എസെൻഷ്യൽ ന്യൂട്രിയൻസും ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ആര്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിലുള്ളതോ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, മലയാളത്തിൽ എക്സാമിൽ എഴുതുന്നവര്. ഇനി ഡിസ്കസ് ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ കെമിസ്ട്രി. അപ്പൊ സബ്സ്റ്റൻസിനെ എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാം അതിനെ കുറിച്ചുള്ളതാണ് ചോദിക്കുന്നത്, വേർതിരിക്കാനുള്ളത്. സബ്സ്റ്റൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ മെത്തേഡ്സ് ലൈക്ക് ഫിൽട്രേഷൻ, ഇവാപറേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ക്രൊമാറ്റോഗ്രഫി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓരോന്നും ചോദിക്കാം എക്സാമിന്. എന്താണ് ഫിൽട്രേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇവാപറേഷൻ, എന്താണ് ഡിസ്റ്റിലേഷൻ, എന്താണ് ക്രൊമാറ്റോഗ്രഫി, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡിസ്ക്രൈബ് ചെയ്ത് എക്സാമ്പിൾ വൈസ് തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുക കേട്ടോ. അല്ലാതെ ഒരു ലൈനിൽ നമ്മൾ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ലൈനിൽ ഉത്തരം എഴുതി വെക്കല്ലേ. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിൽ നിന്ന് സോളിഡിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് എന്ത്? ഫിൽട്രേഷനില്. ഇവാപറേഷനിലോ സൊല്യൂഷനിൽ നിന്ന് ലിക്വിഡിനെ ഇവാപറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ ലിക്വിഡ്സ് ഓഫ് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാണ്. ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു മിക്സ്ചറിലെ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഈച്ച് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ മെത്തേഡും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സെപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ത്രൂ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. സെക്ഷുവലി, അതായത് പോളിനേഷനും ഫെർട്ടിലൈസേഷനും ആണ് എന്തിലുള്ളത്? ഫ്ലവേഴ്സിലുള്ളത്. എന്താണ് ചെയ്യുന്നത്? പോളൻ ഫ്രം മെയിൽ പാർട്ട്, അതായത് ആന്തർ ആണ് എന്ത്? മെയിൽ പാർട്ട്. ഫീമെയിൽ പാർട്ടോ സ്റ്റിഗ്മ. അപ്പം ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഇസ് കോൾഡ് ആസ് പോളിനേഷൻ. എന്നിട്ടോ ഫോമിങ് സീഡ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. പോളിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനും കഴിഞ്ഞതിന് ശേഷമാണ് എന്തുണ്ടാകുക? സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സീഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. എൻഷുറിങ് സ്പീഷീസ് സർവൈവൽ. ഓക്കെ, ഇനി നിങ്ങളോട് ഫെർട്ടിലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ആ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എഴുതേണ്ടതാണ്. ആദ്യം നമ്മുടെ സ്റ്റിഗ്മയിൽ നിന്ന് നമ്മുടെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് നമ്മുടെ പോളൻ ഗ്രെയിൻസ് പോകും. പോളൻ ട്യൂബ് ഫോം ചെയ്യും. സ്പേം സെൽസ് ഉണ്ടാകും. സ്പേം സെൽസ് നേരെ എവിടത്തേക്ക് പോകും? ഒവ്യൂളിലേക്ക് പോകും. അവിടുന്ന് എന്താകും? ഒരു സ്പേം, 2 സ്പേം സെൽസ് ആണ് ഉണ്ടാകുക. ഒരു സ്പേം എന്ത് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഒരെണ്ണം പോളാർ ന്യൂക്ലിയർ ആയിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്തതാണ് എന്താവുന്നത്? എംബ്രയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, എംബ്രയോ ആയിട്ട് മാറുന്നത് ഈ എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നതായിരിക്കും. പോളാർ ന്യൂക്ലിയർ ആയിട്ടുള്ളതായിരിക്കും എന്താവുന്നത്? ഈ സീഡ് കോട്ട് അല്ലെങ്കിൽ എൻഡോസ്പേം ആയിട്ട് കവറിംഗ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഈ എംബ്രയോക്കുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുന്ന ആളാണ് ആര്? ഈ പോളാർ ന്യൂക്ലിയർ ആയിട്ട് ഫ്യൂസ് ചെയ്ത് എന്നിട്ടുണ്ടാവണ ആൾക്കാര്. ഓക്കെ, 2 പോളാർ ന്യൂക്ലിയർ ഫോമിങ് ദ എൻഡോസ്പേം. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? അങ്ങനെയാണ് സീഡ്ലിംഗ് ഉണ്ടാകുന്നത്. ഫെർട്ടിലൈസേഷന്റെ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കളർഫുൾ ആയിട്ട് വരച്ചില്ല എന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഓരോ പോയിന്റ്സും പറയണം കേട്ടോ. ഇനി വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് കറന്റ്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സിമ്പിൾ സർക്യൂട്ട് യൂസിങ് എ ഡയഗ്രാം. ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? ഇലക്ട്രിക് കറന്റ് അല്ല, ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? അതുപോലെ സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. An electric circuit is a closed path. എന്താണ്? ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. പിന്നെയോ through which electric current flows. ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുമ്പോഴാണല്ലോ അതൊരു ഇലക്ട്രിക് സർക്യൂട്ട് ആവുന്നത്. A simple circuit includes a source, conducting wires and a device. അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു സോഴ്സ് ഉണ്ടാകും, ഒരു കണ്ടക്ടിങ് വയർ ഉണ്ടാകും, അതുപോലെ ഒരു ഡിവൈസും ഉണ്ടാകും. പിന്നെയോ ക്ലോസിംഗ് ദ സ്വിച്ച് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. പിന്നെയോ allowing currents to flow and powering the device. അപ്പം സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വേണം നോക്കിക്കേ. ചിത്രം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ സ്വിച്ച് എന്തായാലും വരയ്ക്കണം, ബൾബ്, വയറ്, ബാറ്ററി, ഇത്രയും ആൾക്കാരെ വരച്ചിട്ട് വേണം നിങ്ങൾ സർക്യൂട്ട്
വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ വരയ്ക്കാൻ പറയുമ്പോൾ ഈ ഒരു ചിത്രമാണ് നിങ്ങൾ വരക്കേണ്ടത്, സിമ്പിൾ സർക്യൂട്ടിൽ കേട്ടോ. ഇനി ഇല്ലസ്ട്രേറ്റ് ദ വാട്ടർ സൈക്കിൾ, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എൻവയോൺമെന്റ്. എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്, ജലചക്രം എന്ന് പറയുന്നത് എന്താണ്? The water cycle involves evaporation, condensation and precipitation. ഇനി ഇത് നിങ്ങളോട് വരയ്ക്കാനാണ് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു ഫ്ലോ സൈക്കിൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ മൂന്നും, അതായത് ഇവാപറേഷൻ, കണ്ടൻസേഷൻ, precipitation, അങ്ങനെയാണ് റെയിൻ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ഫ്ലോ ചാർട്ട് സൈക്കിൾ പോലെ വരച്ചാൽ മതി. അപ്പം വാട്ടർ സൈക്കിൾ ഇൻവോൾവ്സ് ഇവാപറേഷൻ. ഇവാപറേഷൻ എന്താണ്? വാട്ടറിനെ വേപ്പറായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. വേപ്പറായി മാറിയാൽ അവിടെ എന്ത് നടക്കും? കണ്ടൻസേഷൻ നടക്കും. വേപ്പറിന് എന്താകും? ക്ലൗഡിലേക്ക് കൊടുക്കും. വേപ്പറിൽ നിന്ന് ക്ലൗഡ്സ് ഉണ്ടാകും. എവിടെ നിന്നാണ് എന്തുണ്ടാകുക? ക്ലൗഡ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്താവുന്നത്? റെയിൻ അല്ലെങ്കിൽ മഴയാവുന്നത്. ദിസ് പ്രോസസ് മെയിൻറ്റെയിൻസ് എൻവയോൺമെന്റൽ ബാലൻസ് ബൈ സർക്കുലേറ്റിംഗ് വാട്ടർ, സപ്പോർട്ടിംഗ് എക്കോസിസ്റ്റംസ് ആൻഡ് റീപ്ലെനിഷിംഗ് ഫ്രഷ് വാട്ടർ സോഴ്സസ്. മഴ പെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം അതൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പൊ അതാണ് എന്ത് വാട്ടർ സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മലയാളത്തിൽ എഴുതിയ സ്ലൈഡ്സ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ, മലയാളത്തിൽ എക്സാം എഴുതുന്നവര്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 10th സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ടോപ്പിക്സിലൂടെ ഒക്കെ പോവുക. ഈ ക്വസ്റ്റ്യൻ അല്ലാന്നുണ്ടെങ്കിലും ഇതിനോട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഈ നമ്മളിപ്പോ പറഞ്ഞ ടോപ്പിക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മൾ ഇനി വരുന്നുള്ള വീഡിയോസ്, നിങ്ങൾക്ക് അറിയാം ഇനി മാരത്തോൺ ലൈവ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഓരോ ചാപ്റ്ററിനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ മാരത്തോൺ ലൈവിൽ ജോയിൻ ചെയ്യണം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.